പ്രചാരണ തിരക്കിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചൂടൊന്നും ബാധിക്കാത്ത കുറേയധികം സാധാരണ ജീവിതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പാലിക്കപ്പെടുന്നില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വരുമ്പോൾ നൽകുന്ന മോഹ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ, എന്തെങ്കിലും ജീവിതം കരകയറുമെന്ന് കരുതുന്നവർ. അവരിൽ ചിലരാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുള്ള കയർ വ്യവസായ തൊഴിലാളികൾ. മെതിച്ചുണക്കിയെടുത്ത നാരുകൾ കൊട്ടകളിലാക്കുന്നു. അവിടുന്നത് സ്പിന്നിംഗ് ഷെഡുകളിലെത്തിക്കും. ശേഷം ഒരു ചെറിയ സ്പിന്നിംഗ് ആക്സലുള്ള ഗിയർ ഘടിപ്പിച്ചിരിക്കുന്ന ചക്രത്തിൽ നാരുകൾ കോർക്കും. സ്പിന്നർ കറക്കും. സ്ത്രീകൾ വേഗത്തിൽ പുറകോട്ട് നടക്കുന്നു. കൈവിരലിന്റെ മാതൃകയിൽ ഇഴപിരിയാതെ കോർത്തെടുത്ത് ചകിരിനാരുകളെ കയറുകളാക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ആ കയറുകൾക്ക് ഇന്ന് അവരുടെ ജീവിതങ്ങൾ കൂട്ടിക്കെട്ടാൻ കഴിയുന്നില്ല. കൊച്ചുനാളിൽ നമ്മൾ ചാവരിപ്പണി ചെയ്തതിനെ കുട്ടികളെയൊക്കെ വളർത്തിയതും നമ്മൾ അതുകൊണ്ട് തന്നെ ജീവിച്ചു പോയി. പക്ഷേ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ചാവരിപ്പണി ഇല്ലാത്തതിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കടയ്ക്കാവൂർ, പെരുമാതുറ, ചിറയിൻകീഴ് കയർ നിർമ്മാണ രംഗം തളർച്ചയിലാണ്. പലതും അന്യം നിന്ന് പോയി കഴിഞ്ഞു. തൊഴിലാളികൾ കൂലി വർധനവ് ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഈ ജോലിയും വേണം, നമുക്ക് കൂലിയും കൂട്ടി കിട്ടണം എന്നുള്ള ഒരിതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചകിരിയുടെ ദൗർലഭ്യം കാരണം ദിവസങ്ങളായി ഇവർക്ക് തൊഴിലില്ല. തൊഴിലും കൂലിയും വേണം. പെൻഷൻ കിട്ടിയിട്ട് മാസം 9 കടക്കുന്നു. തൊഴിലുറപ്പിന് പോയതിന്റെ കൂലി കിട്ടിയിട്ടും 3 മാസമാകുന്നു. പറയാനുള്ളത് പരാതികൾ മാത്രമാണ്. പക്ഷേ കേൾക്കാൻ ആരുമില്ല, പരിഹരിക്കാനും. വരണവരടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നൊക്കെ അവർ ആന്നൊക്കെ പറഞ്ഞിട്ട് പോവും. പിന്നെ നമ്മൾ അവർ തിരിഞ്ഞു നോക്കില്ല. അത് വന്നിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ്. വോട്ടിട്ട് ജയിച്ചിടുമ്പോൾ അവരവരാരെയും നോക്കിപ്പോവും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം വന്നാൽ അവരെ നട നമ്മൾ 100 വട്ടം പോകണം. 100 വട്ടം പോയി അവരെ വാതിൽ കൊട്ടുമ്പോൾ ഒരുക്ക തുറക്കും, അല്ലെങ്കിൽ തുറക്കൂല. അങ്ങനെയൊക്കെ തന്നെ. റാട്ടുകറക്കി ജീവിതം ഒരു വഴിക്കെത്തിക്കാൻ പാടുപെടുകയാണിവർ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കയർ വ്യവസായം കൊണ്ട് ഉപജീവന മാർഗം തേടുന്നത്. അതിൽ പലരും പല വഴിക്ക് ജോലി തേടി പോയി കഴിഞ്ഞു. ഏത് മുന്നണി വിജയിച്ചു വന്നാലും കയർ വ്യവസായം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ഷാൻ ജയസിനും രാഹുലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.